നമസ്കാരം. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. മറ്റൊരു പ്രവാസ ഗോപുരവുമായി വീണ്ടും ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നു. മലയാളികളുടെ കഴിവിൻ്റെ മറ്റൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മളുടെ അതിഥി. കേരളത്തിൽ സാധാരണ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് നില വരെ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ഏത് പൊസിഷൻ വരെ എത്തുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അക്കാഡമിക് രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ ഉഷ ജോർജ് നമ്മോടൊപ്പം ചേരുന്നു കാനഡയിൽ നിന്നും. കാനഡയിലെ റയേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ഡീനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉഷ അറിയപ്പെടുന്ന ഒരു സ്കോളറും ഗവേഷകയുമാണ്. കേരളത്തിൽ നിന്നും BSc B.Ed MA ഡിഗ്രികൾ കരസ്ഥമാക്കിയ ഡോക്ടർ ഉഷ ജോർജ് ഇന്ത്യ, എത്യോപ്യ, നൈജീരിയ, USA, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രശോഭിച്ച് നിൽക്കുന്ന ഡോക്ടർ ഉഷ ജോർജിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഉഷയെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കുവാനുള്ളത് കാനഡയെക്കുറിച്ചാണ്. കാനഡയിലെ ഏത് സ്ഥലത്താണ് ഡോക്ടർ താമസിക്കുന്നത്? മാർക്കം. അവിടെ അധികം മലയാളികളുള്ള സ്ഥലമാണ്? മലയാളി ഉണ്ട്, ഒരുപാടില്ലെങ്കിലും ഉണ്ട്. 2-3 പള്ളികളും മോസ്കും ടെമ്പിളും എല്ലാം ഉണ്ട്. കാനഡയിൽ ഏത് സമയത്താണ് കാനഡയിലേക്ക് കടന്നു വന്നത്? 1990 കാനഡയിലേക്ക് കടന്നു. അന്ന് ഈ ഇമിഗ്രേഷൻ പ്രോസസ്സ് ഉള്ള സമയമാണോ? എങ്ങനെയാണ് കാനഡയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം? അന്നും ഇമിഗ്രേഷൻ, കാനഡയിലൊരു പ്രത്യേക സിസ്റ്റമുണ്ട് ഇമിഗ്രേഷന്. അപ്പോൾ അങ്ങനെ ഇക്കണോമിക് ക്ലാസ് എന്ന് പറയും, അതിനകത്ത് അപ്ലൈ ചെയ്തതാണ് ഞങ്ങൾ. കാരണം അത് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷനും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെച്ചിട്ട് പോയിന്റ് സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് വന്ന ഞങ്ങൾ. ഈ റയേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളല്ലേ? 10 വർഷം. 10 വർഷമായിട്ട് റയേഴ്സൺ ഡീനായിട്ട് ജോലി ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് വീണ്ടും ഒരു പ്രൊമോഷനിലേക്ക് കടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ്. ഈ വൈസ് പ്രസിഡന്റിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്? അതൊരു വളരെ കോമ്പറ്റേറ്റീവ് പ്രോസസ്സാണ്. സാധാരണ പ്രസിഡന്റിന് നേരെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് വൈസ് പ്രസിഡന്റ്. സാധാരണ ഒരു സെർച്ച് കമ്മിറ്റി എന്ന് പറയും, കമ്മിറ്റി ഫോം ചെയ്യും. അത് യൂണിവേഴ്സിറ്റി വൈഡ് കമ്മിറ്റിയാണ്. മെമ്പേഴ്സ് ആർ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആൻഡ് സം ആർ അപ്പോയിൻറ്റഡ് ബൈ ദ വൈസ് പ്രസിഡൻറ്റ്. പിന്നെ ഈ പ്രോസസ്സ് തുടങ്ങുമ്പോൾ അവർ എല്ലാവർക്കും മെസ്സേജ് വിടും, who do you think is an ideal candidate? So ആൾക്കാർ വോട്ട് ചെയ്യും. they send it and the voting is based on track record. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. then a series interviews will happen. And then the best candidate will get selected. So there's a long process, right? It's a long process, and a lot of people are involved in that. It's like a democratic way of selection, right? Very and competitive, very competitive. ശരി. മാഡം 2006 യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തത്. ഞാൻ മനസ്സിലാക്കി 2006 ജോയിൻ ചെയ്ത ഡീനായിട്ട് 5 വർഷത്തെ ഒരു ടൈം, വീണ്ടും 5 വർഷത്തെ ഒരു ടൈം, 10 വർഷം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തു. എന്തൊക്കെയാണ് മാഡത്തിന്റെ സംഭാവനകൾ? റയേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫാക്കൽറ്റി ഓഫ് കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റിയുടെ ഡീനാണ്. ആ ഫാക്കൽറ്റിയിൽ ഏകദേശം 7,000 ഫുൾ ടൈം സ്റ്റുഡൻസ് ഉണ്ട്, പാർട്ട് ടൈം കുറേ ഉണ്ട്. പിന്നെ ഒരു 135 ഫാക്കൽറ്റി മെമ്പേഴ്സും ഒരു 90+ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ഉണ്ട്. സോ നമ്മുടെ പ്രധാന മിഷൻ സ്റ്റുഡൻസിന് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇൻ ടീച്ചിങ്. ദെൻ രണ്ടാമത്തേതും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ റീസെർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം യൂണിവേഴ്സിറ്റീസ് ആർ മെന്റ് ടു ഡു 3 things: 1, teaching, research and service. Service is a lighter component, but teaching and research are very important. So I have promoted these teaching, research and service in a significant way. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഫാക്കൽറ്റിയിലെ റീസെർച്ച് ഔട്ട്പുട്ട് വളരെ മോഡസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ that has increased and probably we are one of the best in the university. പിന്നെ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആർ very pleased with our education, our teaching, our opportunities that we give them. So and faculty members are also very happy that they were kind of looked after in terms of their personal needs around research and teaching. So on the whole I'm very proud to have my. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മാഡം യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ധാരാളം ഫണ്ട് സ്വരൂപിച്ചതായിട്ടാണ്. ഗ്രാൻഡിലൂടെ $5 million, റിസർച്ച് പ്രോജക്റ്റിലൂടെ $8 million സ്വരൂപിക്കാൻ സാധിച്ചതായിട്ടാണ്. ഇതെങ്ങനെ സാധിക്കുന്നത്?
സാധാരണ ഗ്രാൻറ്റ്സ് എന്ന് പറയുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് ഗവൺമെൻറ്റിന് വേണ്ടി കോൺട്രാക്ട് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏജൻസീസിന് വേണ്ടിയിട്ട്. രണ്ട് വേറെ കൗൺസിൽ ഗ്രാൻറ്റ്സ് എന്ന് പറയും. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ പോലത്തെ അങ്ങനത്തെ കൗൺസിൽസ് ഉണ്ട് ഇവിടെ. അവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ബോത്ത് ആർ ഹൈലി കോമ്പറ്റീറ്റീവ് പ്രോസസ്സസ്. ഐ വാസ് ലക്കി ടു ഗെറ്റ് ദം. ബട്ട് അത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അത് ചിലവാകും. ദേ ആർ സ്പെൻഡ് ഇൻ മെയിൻലി റിസർച്ച് assistants, students who would do the work for us, or we employ people from outside. But much of it comes as credit to the university in terms of research dollars that is acquired by the university, and then of course publications that come out of that. Oh yeah. ഇത് ശരിക്കും നമ്മൾ റിസർച്ച് ലാബുകളിലൊക്കെ നടക്കുന്ന പോലെ തന്നെയുള്ള പ്രോജക്റ്റാണ്, പക്ഷേ ഇമിഗ്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണെന്നുള്ളത്. ഓരോ പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് ഫണ്ട് ലഭിക്കുന്നു, അതിനുവേണ്ടി ആൾക്കാരെ ഹയർ ചെയ്യണമെങ്കിൽ ഹയർ ചെയ്യുന്നു, ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷെ അത് കിട്ടുക എന്നുള്ളത് മാഡം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പബ്ലിക്കേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ മാഡത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ 105 പബ്ലിക്കേഷൻസ് ഓഫ് ഫാർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായത്. ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെന്റ്. എവിടെയാണ് ഇത് പബ്ലിസൈസ് ചെയ്യുന്നത്? യൂഷ്വലി റെപ്യൂട്ടബിൾ ജേർണൽസ്. എല്ലാത്തിൻ്റെയും റാങ്കിങ് വലിയ കൂടുതലായിരിക്കണമെന്നില്ല, ബട്ട് ഈവൻ ദെൻ മോസ്റ്റ്ലി journals which are connected with immigration, either immigration and health or immigration and settlement. There are a whole lot of journals. Okay. Or my basic discipline is social work, so I also publish in social work journals and in the international development journals as well. Okay. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാനഡയിൽ മാത്രമല്ല, ഇന്റർനാഷണൽ ജേർണൽസിലും വരാം. Oh yeah, എല്ലാ ഇന്റർനാഷണൽ ജേർണൽസും. കാനഡയിലേക്ക് ഇപ്പോൾ അനേകം ഇമിഗ്രൻസ് വരുന്നുണ്ടല്ലോ. ഇപ്പോഴല്ല, നാളുകളായിട്ട് ഇമിഗ്രൻസ് വരുന്നുണ്ട്. ആ ഒരു പോളിസി കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ആൾക്കാർ കാനഡയിലേക്ക് വരുന്നു. They say that Canada has the capacity. It's only 40 million people. The land is so vast. So, we can take in more. And വേറെ ഒരു എവിഡൻസ് ഉള്ളത്, most of the immigrants actually contribute to the economic development of the country. Okay. There is enough number of studies to show that most of the new businesses that have been started in Canada are done by immigrants. That's good. Yeah. 2007 ഇമിഗ്രേഷൻ ആൻഡ് സെറ്റിൽമെന്റ് കാനഡ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് മാഡം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 9 വർഷമായി. ആ ബുക്കിൽ എന്താണ് കവർ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ആ കണ്ടന്റിന് ഇന്ന് പ്രസക്തി ഉണ്ടോ? കവർ ചെയ്തിരിക്കുന്നത് ഇമിഗ്രേഷൻ ആസ് എ ഗ്ലോബൽ പ്രോസസ്. ഇറ്റ്സ് ഹാപ്പനിങ് എവരിവെയർ ആൻഡ് ഇറ്റ് യൂസ് ടു ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ആസ് വെൽ. ഇപ്പോഴത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൻഡ് ദ ടൈം ആൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച് ഈസ് ഹാപ്പനിങ് ആൻഡ് ദ വോള്യൂം നമ്പേഴ്സ് വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് കനേഡിയൻ ഇമിഗ്രേഷൻ പോളിസി. ഞാൻ കനേഡിയൻ ഇമിഗ്രേഷൻ പോളിസി നന്നായിട്ട് പഠിക്കുന്ന ആളാണ്. സോ അതിനെക്കുറിച്ചാണ്. പിന്നെ 2-3 വേറെ വരുമ്പോൾ ഇമിഗ്രൻസിൻ്റെ നീഡ്സ് ഒക്കെ എന്താണ്, അവരെ എങ്ങനെ അത് മീറ്റ് ചെയ്യണം, പിന്നെ സർവീസസ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ഇമിഗ്രേഷൻ. അതിനകത്ത് ഈ ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്ന ചാപ്റ്ററും സർവീസസ് ചാപ്റ്ററും ടോട്ടലി ഔട്ട് ഓഫ് ഡേറ്റ് ആണ് ഇപ്പോൾ. കാരണം ഇമിഗ്രേഷൻ പോളിസി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. റൈറ്റ്. അങ്ങനെ ഒരു ബുക്ക് എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? I just wanted to have a presence in a different way, that's all. എല്ലാം ഞാൻ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ വിചാരിച്ച് വെറുതെ ഒരു ബുക്ക് എഴുതാം. ഇതിനോട് ചേർന്നൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ധാരാളം റെഫ്യൂജീസ് കാനഡയിലേക്ക് വരുന്നുണ്ട്, സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ അത് എങ്ങനെയാണ് ഈ കാനഡയെ ഇമ്പാക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം അത്? രണ്ട് വിധത്തിൽ ഇമ്പാക്റ്റ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ഇൻ എ വെരി പോസിറ്റീവ് വേ ദാറ്റ് ദീസ് ഇമിഗ്രൻസ് കം ആൻഡ് അത് ഈ വരുന്നവർ തന്നെ രണ്ട് തരമാണ്. ഒന്ന് privately sponsored refugees, the other is government sponsored refugees. There are even differences between these two categories. കാരണം കുറച്ച് നാൾ മുമ്പ് എൻ്റെ statistics വായിച്ചു, privately sponsored, a lot of them know English better than government sponsored. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഫെമിലിയാരിറ്റി വലിയൊരു ഡിറ്റർമിനിങ് ഫാക്ടറാണ് ഇവിടുത്തെ സക്സസ്സിൽ. അല്ലെങ്കിൽ ജോലി കിട്ടും, യുവർ ഓൺ എത്നിക് ഇക്കോണമിയിൽ അവരവരുടെ ഭാഷയൊക്കെ പറഞ്ഞിരിക്കാം, ബട്ട് ഇറ്റ്സ് വെരി ലിമിറ്റഡ്. അൺലെസ് യു ആർ എ വെരി ടാലൻറ്റഡ്, ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് പേഴ്സൺ, യു വിൽ ബി ട്രാപ്ഡ് ഇൻ ദ എത്നിക് ഇക്കോണമി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് റെഫ്യൂജീസ്
ഇംഗ്ലീഷ് അറിയാവുന്നവരും സ്കിൽസ് ഉള്ളവരും വന്നാൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു അവർ ഇക്കോണമി. കനേഡിയൻ ഇക്കോണമിയുടെ പ്രോബ്ലം തന്നെ there are not enough people generating growth. അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് അല്ലെ ബാഡ് സൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും സ്ക്രീൻ ചെയ്ത ആൾക്കാരെയൊക്കെ ചെയ്യാതെ കൊണ്ടുവന്നാൽ then all the homegrown terrorism and all of that people are really worried about can happen. But then we have signed off on the UN human rights and human agreements, so we cannot and it also does not fit with Canada's value as a great country. പ്രൈവറ്റ് സ്പോൺസേർഡ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ്സ് ആണോ വരുന്നത്? എങ്ങനെയാണ് പ്രൈവറ്റ് സ്പോൺസേഴ്സ്? പലപ്പോഴും ചേർച്ചസ്, പിന്നെ ഇപ്പം കുറേ ആൾക്കാർ കൂടിയിട്ട് സ്പോൺസർ ചെയ്യുക. ഈ സിറിയൻ കേസിൽ അത് സംഭവിച്ചു. കുറേ സിവിലിയൻസ് ഒന്നിച്ച് വന്നിട്ട് യു കോൺട്രിബ്യൂട്ട് ദിസ് മച്ച്, സോ ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെ പണം ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അബൌട്ട് ഫോർ എ സിറിയൻ ഫാമിലി ടു go through 1 year you need about $28,000 to $30,000. With $30,000 raise ചെയ്താൽ you could actually ask the government to provide funding, provide to allow them to come. One family. Okay. So even our university actually promoted that, and I think about 11 families were brought in. ഇനി അല്പം പുറകോട്ട് പോവാം. റയേഴ്സൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലായിരുന്നു. അവിടെ ഏത് കപ്പാസിറ്റിയിലാണ് ജോലി? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിൽ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ വർക്കിൽ 1994 അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തുടങ്ങി. ഞങ്ങൾക്ക് ടെന്യൂർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങുമ്പോൾ 5 വർഷത്തേക്ക് യു ആർ കോൾഡ് പ്രൊബേഷണറി ഫാക്കൽറ്റി മെമ്പർ. അത് കഴിഞ്ഞ് 5ാമത്തെ വർഷം യു സബ്മിറ്റ് ഓൾ യുവർ വർക്ക്, your research, your teaching, student evaluations, all your publications submit and then they are sent for evaluation to outsiders. Outside, sometimes outside Canada, sometimes outside, within Canada, but always outside the university. Review kuda avaru parayana this is a candidate worthy of tenure nu parayumbol you get tenure. So I got tenure in 1999. And 1999, I was asked to be the Associate Dean of the faculty. So I served in that capacity for 9 years. And in between, I also served as interim dean. That's a graduate faculty. About 500 students at the most. Undergraduate program. This is much more demanding. I love the University of Toronto. Actually, I still feel like I want to be there. But this was a much more complex operation. This was much more challenging. As I said before, there's 7,000 students, 125 faculty, 9 schools, 9 distinct schools, from child and youth care to urban and regional planning, social work, nursing. Diversity. Almost all schools are unique one way or the other, probably the largest in Canada. So all of that was a much more of a challenge, and so you're ready to take the challenge. Right. Yeah. Kerala University of BSc B.Ed MA degree എടുത്തിട്ടുണ്ട്. എന്തായിരുന്നു മേജർ? BSc കഴിഞ്ഞ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സോഷ്യോളജിയിലോട്ട് മാറി, സോഷ്യോളജി എടുത്തു. I was first class and first rank in the university. Sociology. Actually ഞാൻ ചിലപ്പോൾ ആലോചിക്കും കെമിസ്ട്രി തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ. I loved chemistry and I was a very good student. എൻ്റെ കെമിസ്ട്രി ഫൈനൽ എക്സാമിൻ്റെ just the day before, 2 days before that, my father passed away, totally unexpectedly. So I was emotionally quite not ready to kind of face another lab again. I just did not want to get into the lab. So that's why I changed it. Sometimes I feel what would have happened if I still stayed in the pure sciences. I sometimes feel that. But you succeeded in this Yeah, field. I know. ഡോക്ടർ നൈജീരിയയിൽ നിന്നാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് നൈജീരിയയിൽ വന്നുപെട്ടത്? എന്തായിരുന്നു മേജർ? ഞാൻ US-ലാണ് ഡോക്ടറേറ്റിന് പോയത്. സോ എൻ്റെ കോഴ്സ് വർക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന് നൈജീരിയയിൽ ജോലി കിട്ടി. സോ കോഴ്സ് വർക്ക് കഴിഞ്ഞാൽ then you can write your comprehensive exams, you can propose your dissertation topic. Once you get the approval, you can actually work from anywhere. അപ്പോൾ ഞാനും നൈജീരിയയിലോട്ട് അങ്ങ് പോയി.
പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വളരെ പ്രയാസമാണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ US ആൻഡ് നൈജീരിയ. എൻ്റെ സൂപ്പർവൈസറെ വിളിക്കാനും ഒക്കെ ഫോണിലൊന്നും അന്ന് വർക്ക് ചെയ്തില്ല. സോ ഇറ്റ് വാസ് ഗെറ്റിംഗ് ഹാർഡ്. ഐ ആക്ച്വലി വെൻറ്റ് ബാക്ക് ട്വൈസ്, ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഹാർഡ്. സോ ഐ kind of re-registered in one of the good universities in Nigeria. എന്തായിരുന്നു thesis അവിടെ? അതും സോഷ്യോളജി ആൻഡ് ഇപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയാം. ഇറ്റ്സ് അബൌട്ട് യങ് പീപ്പിൾ. എത്യോപ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എത്യോപ്യയിൽ? അതും ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യായിരുന്നു. അതിനുശേഷമാണ് അപ്പം ശരിക്കും എത്യോപ്യയിലാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. സെൻട്രൽ റിസർച്ച് കോളേജിൽ ഞാൻ പാസ്സായ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ എറണാകുളം സെൻട്രൽ പഠിപ്പിച്ചു 2 വർഷം. ഡോക്ടർ ഈ നാളുകൾ അത്രയും വിദ്യാഭ്യാസ രംഗത്താണല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത്. അതും വിവിധ രാജ്യങ്ങളിൽ, എത്യോപ്യ, നൈജീരിയ, US, ഇന്ത്യ, കാനഡ. ഈ 5 രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഡെവലപ്പിംഗ് കൺട്രി ആൻഡ് ഡെവലപ്ഡ് കൺട്രി തമ്മിലുള്ള വ്യത്യാസമാണ് ഇൻ ടേംസ് ഓഫ് റീസോഴ്സസ്. എത്യോപ്യയിലും നൈജീരിയയിലും ഫോർ എക്സാമ്പിൾ പണം ഉണ്ടായിരുന്ന സമയത്ത് വലിയ യൂണിവേഴ്സിറ്റീസൊക്കെ ഉണ്ടാക്കി. പക്ഷേങ്കിൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബാക്കി ഫണ്ട്സില്ല. ശരിക്കും പ്രൊഫസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഫണ്ട്സില്ല. സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട്സില്ല. അങ്ങനെ സോ ഇക്കണോമിക്കലി യൂണിവേഴ്സിറ്റീസ് വാസ് സ്റ്റാർവിങ് അറ്റ് മോസ്റ്റ് ദ ടൈം. അത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലെയും US-ലെയും കാനഡയിലെയും യൂണിവേഴ്സിറ്റീസ് ആർ ഡൂയിങ് മച്ച് ബെറ്റർ. 2 എഡ്യൂക്കേഷണൽ സ്റ്റൈൽ ഓർ ദ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലും പ്രധാനമായിട്ട് ഇന്ത്യയിൽ, ബാക്കി എല്ലായിടത്തും ഇച്ചിരി വ്യത്യാസമുണ്ട്. നമുക്കൊരു റോട്ട് ലേണിംഗ് ആണ്. ഞാൻ തന്നെ ഓർക്കുന്നു, എനിക്ക് നല്ല മെമ്മറിയാണ് വായിച്ചാൽ. പണ്ട് അത്രയില്ല. 2-3 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ടെക്സ്റ്റോ whatever it is എനിക്ക് അറിയാം എവിടൊക്കെയാണ് ഏതൊക്കെ സെൻറ്റൻസ് എന്ന് പോലും. So I just go and write those exams. They don't ask you, challenging questions around things like that. So ഒരു ഈവൻ നമ്മുടെ ക്ലാസ്സിൽ പോലും ടീച്ചർ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഇപ്പോൾ എനിക്കറിയത്തില്ല, അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും ഒരു ഡിബേറ്റിനോ ഡിസ്കഷനോ ഇല്ല. ഞങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ പോലും ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ക്ലാസ്സിൽ എന്തോ ഒരു പ്രൊഫസർ നോട്ട്സ് പറഞ്ഞു തരിക എഴുതാനായിട്ട്. സോ പുള്ളി വേറെ ഏതാണ്ട് തുറന്നു വെച്ചാൽ വായിക്കുന്നത്, ഞങ്ങൾക്ക് തന്ന ടോപ്പിക്കേ അല്ല. അപ്പോൾ ഞാൻ കൈവക്കിട്ട് ചോദിച്ചു, സാർ ഇതല്ലല്ലോ ടോപ്പിക്ക്. അപ്പോൾ പുള്ളി എന്താ പറഞ്ഞു, എൻ്റെ 2-3 സെൻറ്റൻസ് കേട്ടപ്പോൾ പ്രിൻസിപ്പൽ അടുത്ത മുറിയില്ല. ഞങ്ങൾ പുള്ളി ഇറങ്ങി വന്ന് നോക്കി. കാരണം എക്സ്പെക്റ്റേഷൻ സ്റ്റുഡൻസ് ഒന്നും എല്ലാവരും ഉണ്ടായിരിക്കുക, പ്രൊഫസേഴ്സ് സംസാരിച്ചോളൂ. നേരെ മറിച്ച് അതിൽ വളരെ വ്യത്യാസമാണ്. എത്യോപ്യ, നൈജീരിയ ആൻഡ് ഓഫ് കോഴ്സ് US ആൻഡ് കാനഡ, ദേ എൻകറേജ് ദ സ്റ്റുഡൻസ്. പക്ഷേ ഡെവലപ്മെൻറ്റിൻ്റെ പല ഫേസസ് നൈജീരിയയിലും എത്യോപ്യയിലും കാണാം, which is different from the US, even though the same education system is happening. Because of the pressure of the labor market, നൈജീരിയയിലെയും എത്യോപ്യയിലെയും സ്റ്റുഡൻസിന് വലിയ ഡിസ്കഷൻ ഒന്നും വേണ്ട. You just tell us what is coming for the exam, we'll write it, give us the grades, we want a job. സോ അതൊരു ശരിക്കും ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സായിട്ട് കൊണ്ടുവരാൻ നമുക്ക് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ ടൈം ഐ വാസ് ദെയർ പറ്റിയിട്ടില്ല. നേരെ മറിച്ച് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് എൻഗേജ് ഇൻ വാട്ട് വി ടീച്ച് ആൻഡ് ഇൻ ഫാക്ട് they grade us, they evaluate us on the basis of how engaging we are with students. നമുക്കിപ്പോൾ ഒരുപാട് നോളജ് ഉണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമില്ല. അതൊക്കെ അവിടെ ക്ലാസ്സിൽ പോയി one after the other PowerPoint സ്ലൈഡൊക്കെ വായിച്ചാലും സ്റ്റുഡൻസ് ആർ നോട്ട് ഇംപ്രസ്ഡ്. ഇൻഫാക്ട് എ ലോട്ട് ഓഫ് us, ഞാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, 2-3 ക്ലാസ് എടുത്തിട്ടുണ്ട് PhD-ക്ക്. ലോട്ട് ഓഫ് us send our slides or notes or readings or whatever ahead of time and tell the students read them and come. Not all of them read, but then we ask questions from them and have discussions. So it's a very different system which enables students to develop their creativity, their sense of assessment, their sort of critical thinking. ആ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഇവിടുത്തെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇന്ത്യയിൽ അത് വളരെ കുറവായി, എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ. ഈ ജീവിതയാത്രയിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അല്ല അക്കംപ്ലിഷ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ്?
Okay, on the personal, of course, I have a family that's intact. I have two grandchildren. I'm really fond of them and we cherish them always. So all of that on a personal level, all of that. But on a professional level, വാസ്തവത്തിൽ കാനഡയിൽ വന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി എന്നുള്ളതാണ് കിട്ടി and I was able to compete with all the people who were there. It's a highly competitive environment. നമ്മൾ കൊളീജിയൽ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരുടെയും സക്സസ് ഈസ് മെഷർഡ് ബൈ ദെയർ ഓൺ അച്ചീവ്മെൻറ്റ്സ് അല്ല കളക്റ്റീവ് അച്ചീവ്മെൻ്റ് ഒന്നും അല്ല. സോ ഒരു നൈജീരിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കയറാൻ പറ്റുന്ന പ്രശ്നമേ ഇല്ല. ഇറ്റ്സ് ഹൈലി കോമ്പറ്റീറ്റീവ്. I didn't go to school here. I have no godfathers or godmothers here. So I actually didn't think I had a chance. But of course I tried. But the first 2 years I worked in the community sector, 3 years. And then actually it was a professor from the University of Toronto who I met in my work said, you should apply for the university. And that's how I got in. And if I think of a defining moment in my career, that was it, getting into the University of Toronto, which is extremely, extremely prestigious and very competitive to get in. And then to have had the ability to sort of get 10-year promotion all in record time, and then was able to compete with faculty members who have been there for a long time in terms of grants and so on. I was also made a research chair there, also a competition. There was a Royal Bank chair in applied social work research at University of Toronto. So yeah, to get into that career and to compete and stay on top, that I think is the accomplishment. Right. കേരളത്തിൽ നിന്നും BSc, B.Ed, MA ഒരു അന്നത് പാസ്സാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതുപോലെ ഒരു ഹൈലി പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഹൈലി എലിവേറ്റഡ് പൊസിഷനിലേക്ക് വരാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? Not necessarily. അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രധാന ഘടകങ്ങൾ അതിൻ്റെ പിന്നിൽ? ഞാൻ again I have two thoughts on it. One is focus on what you're doing now. നമുക്കെല്ലാം ചിന്തിക്കാം, ഇതിന് വരെ എനിക്ക് വേറൊന്നുണ്ടായിരുന്നു, ഞാൻ ശരിക്കും ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. Whatever you are called upon to do, that may not be necessarily in your area of specialization, in your field of work, but if that is what you have, just do a fabulous job of that. So focus on now, on the now. At the same time, have a vision, have a dream for yourself. Kind of have it in front of you, saying that, I wish I could do that, or something as that you aspire to. I did a lot of books on self-improvement. I'm a self-improvement obsessed person. They all talk about, set a goal, a sub-goal, all of that. I don't do any of that. I simply say to myself, okay, the job I'm doing right now, I have to do it to the best of my ability. Focus on now. And then you say, I want to be a success, and then I want to maybe go forward, go up. But it will all depend on my track record. So it's extremely important to keep your track record. And this is easier said than done. A lot of people who come to Canada, for example, they have masters in engineering, PhD in engineering, but if they got a job in a food processing factory, that's not going to help them to get into somewhere. So I recognize that even within that philosophy there are limitations, but that's what helped me, and I'm extremely lucky to have had the opportunity to work in the same field for such a long time. And even when I was not in the university, I was able to work in the community sector, which was such an educational experience for me. That prepared me for my University of Toronto position, actually, because people thought, somebody who is a new immigrant who has been in Canada for 3 years was considered to be an expert on NGO sector when I was hired at UFT. That time, faculty members were not necessarily connected with the community sector. Yeah, so I was intrigued by that, but then to me that was exceptionally lucky, I would say. But yeah, and as somebody said,
luck is when preparation meets your own preparation meets the needs of the job. Yeah. Or success is when luck and preparation come together. Something like that. Yeah. ഇത്രയും ജോലി തിരക്കുള്ള മാഡം മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഏതെങ്കിലും സംഘടനകളുമായിട്ട് ചേർന്നോ? കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് പതുക്കെ അതെല്ലാം കുറേ ഇടേണ്ടി വന്നു, കാരണം സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 12 hours വർക്കിൽ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ cannot keep the commitments that I make to other sectors. ഞാൻ കോൺഫറൻസ് ബോർഡിലെ മെമ്പറായിരുന്നു, യുണൈറ്റഡ് വേ ഓഫ് യോർക്ക് റീജിയനിലെ ബോർഡ് മെമ്പറായിരുന്നു, കമ്മിറ്റി മെമ്പർ, led a committee, all kinds of things like that. But I have to admit, right now I'm really focused. I'll pick up some of the other things, but yeah. I again സംസ്കാരികത്തിലൊന്നും ഇടപെടാറില്ല, കാരണം work is a big part of what I have to accomplish. So, but എനിക്ക് ഹോബീസ് ഉണ്ട്. ഗാർഡനിങ്ങും, I'm a big gardener. I do a lot of work in my garden. But yeah. കുടുംബങ്ങളെ കുറിച്ച് ഇവിടെ എൻ്റെ ഹസ്ബൻഡും എനിക്ക് 2 കുട്ടികളുണ്ട്. മകൻ കല്യാണം കഴിച്ച് കൊളംബസ് ഒഹായോയിൽ താമസിക്കുന്നു, അവന് 2 പിള്ളേരുണ്ട്. മകള് ഇവിടെ ടൊറോണ്ടോയിൽ തന്നെ ജോലി ചെയ്യുന്നു. എനിക്ക് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആരും ഇവിടെ ഇല്ല. എൻ്റെ സിസ്റ്റർ ന്യൂജേഴ്സിയിലുണ്ട്, എനിക്ക് 2 ബ്രദേഴ്സ് നാട്ടിലുണ്ട്. കോന്നിയിൽ. അവിടെ സന്ദർശിക്കാറുണ്ടോ? പോകാറുണ്ട്. മിക്കവാറും കഴിയുന്ന എല്ലാ വർഷവും പോകാൻ നോക്കും, പക്ഷേ ചിലപ്പം ജോലി തിരക്ക് കൊണ്ട് പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ അമൃതയിൽ പോയിരുന്നു, അമൃത യൂണിവേഴ്സിറ്റിയിൽ. അമൃതയുമായിട്ട് ഞങ്ങളൊരു കൊളാബറേഷൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത്. സോ ഐ സെൻഡ് സ്റ്റുഡൻസ് ടു അമൃത. സോ അതിനു വേണ്ടി പോയിരുന്നു. പിന്നെ ഈ വർഷം പോയില്ല അവസരത്തിൽ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു. വളരെ തിരക്കേറിയ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം ചെലവഴിച്ചതിന് വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു പ്രതിഭയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കാണുക, കേൾക്കുക, അഭിമാനിക്കുക. നന്ദി, നമസ്കാരം.